ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്മീസ് മാജിക് മസാലയിലേക്ക് സ്വാഗതം. ബ്രെഡും മുട്ടയും കുറച്ച് പച്ചക്കറികളും വെച്ച് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറികൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കരുത്. നമുക്ക് പച്ചക്കറികൾക്ക് കുറച്ച് പച്ചപ്പ് വേണം. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം വരുന്ന സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസും ചാട്ട് മസാലയും കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് മാഗി മസാല വെച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. മുട്ട ചേർക്കാതെ തന്നെ കഴിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ്. മുട്ട എല്ലാ ഭാഗത്തും എത്തുന്നതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തിപ്പൊടിച്ച് ഇളക്കരുത്. നമ്മുടെ
ബ്രെഡെല്ലാം പൊടിഞ്ഞു പോകും. ഈ സമയത്ത് എന്തെങ്കിലും മസാല കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരല്പം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.